ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് റവ വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. എന്നിട്ട് ഇവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെക്കുക. അതിലേക്ക് 250 ml കപ്പിൽ തന്നെ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് അരക്കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരം പാകമായിരിക്കും കേട്ടോ. മധുരം കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പും ഒരു 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചേരുവ കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ലോയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തിളച്ച് പോകും കേട്ടോ. അപ്പോൾ വറ്റിപ്പോകും ചെയ്യും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ പഞ്ചസാര ഒരല്പം കൂടി ഒന്ന് മെൽറ്റാകാനുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, ഇനി ഇത് നമ്മുടെ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തതിന് അടിയിലൊന്ന് കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് ഒഴിക്കുന്ന ഭാഗത്തേക്ക് തന്നെ കട്ടയായി പോകും. അപ്പോൾ ഇതാ ഇതേപോലെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഒന്നും കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചിട്ട് കസ്റ്റേർഡിൻ്റെ ആ ഒരു പച്ച ചൊവ്വയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതോടെ ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതുപോലെ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത 250 ml കപ്പിലുള്ള 1 കപ്പ് റവ ഈ പാത്രത്തിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ആ കരിഞ്ഞ ചൊവയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അറിയണമല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് റവ നല്ലവണ്ണം ഒന്ന് വറുത്ത് ഇങ്ങനെ ഒന്ന് കണ്ടോ, കയ്യിലെടുക്കുമ്പോൾ നല്ല തരിതരിപ്പായിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിമിൽ ലോയിൽ വെച്ചാൽ മതി കേട്ടോ. നെയ്യൊക്കെ ചേർക്കുന്ന സമയത്ത് ലോയിലേക്ക് വെക്കുക. എന്നിട്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചട്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ നെയ്യ് ഈ റവയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്നാകാൻ വേണ്ടി ഫ്ലെയിം ഒന്ന് കൂട്ടിയിടരുത്. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുകച്ചൂരയൊക്കെ ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ നെയ്യ് ചേർത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാലും കസ്റ്റേർഡ് പൗഡറും നമ്മൾ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളെടുക്കുന്ന റവയ്ക്ക് വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പാലിൻ്റെ അളവ് എടുക്കേണ്ടത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പാല് അല്പം ഒരു 1/4 കപ്പോ 1/2 കപ്പോ ഒക്കെ അധികം എടുക്കേണ്ടി വരും. റവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൂടുതലാണെങ്കിൽ അപ്പോൾ പാല് ഒരു അല്പം കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ബദാം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു കളർ കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ബദാം മിക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് കളർ ചേർക്കണമെങ്കിൽ ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരം പാകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ തന്നെ പാല് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഈ 1 കപ്പ് റവയുടെ അളവിൽ 1/2 കപ്പ് പഞ്ചസാര പറഞ്ഞത് കറക്റ്റ് പാകമാണ്. അതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ റവയുടെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ്. അല്ലാതെ ഒരുപാട് ലൂസായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും എടുക്കുന്ന സമയത്ത് കിട്ടുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരല്പം പിസ്ത ഒന്ന് ക്രഷ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിസ്ത തന്നെ വേണമെന്നൊന്നുമില്ല. കയ്യിൽ കാഷ്നട്ടോ പീനട്ടോ എന്താണെങ്കിലും മതി. ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. കാണാനൊരു ഭംഗിയും കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്കിത് ചെറിയ ഓരോ ഷേപ്പുള്ള പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഷേപ്പാക്കി അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ലെവൽ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. റവയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ അവസാനമാണ് പറയുന്നത് ലൈക്ക് ചെയ്യണമെന്ന്. അപ്പോൾ എപ്പോഴും ലൈക്ക് ചെയ്യണമെന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരെ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന എൻ്റെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കാനും മറക്കരുത്. അപ്പോൾ നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.